ഇപ്പോൾ വരുന്ന ഒരു വേദനിപ്പിക്കുന്ന വിയോഗമാണ്. തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അപർണ കാർത്തികയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അപർണ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? വിനിത, ഏതാനും ദിവസങ്ങളായി ആരോഗ്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം. പക്ഷെ അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. പ്രശസ്ത സംഗീതജ്ഞനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തബല വിദ്വാൻ എന്ന നിലയിലാണ് ഉസ്താദ് സക്കീർ ഹുസൈന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നത്. അള്ളാറാഖയുടെ മകൻ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മേൽവിലാസം എന്ന്, ആ രീതിയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിതാവ് തന്നെയാണ് സക്കീർ ഹുസൈനെ സംഗീതം അഭ്യസിപ്പിച്ചതും. 12ാമത്തെ വയസ്സ് മുതൽ തന്നെ സംഗീത പര്യടനം തുടങ്ങിയെന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോളോ ആൽബം വ്യാപകമായ ഖ്യാതി നേടിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിനെ അടയാളപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തബല എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന് ഇത്ര മാന്ത്രികമായി അത് ജനങ്ങളിലേക്ക് സംവേദിക്കാൻ സ്പേസ് നൽകിയ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം എന്ന് നമ്മൾ പറയേണ്ടി വരും. സംഗീതോപകരണങ്ങളിൽ അദ്ദേഹം നവീനമായ രീതികൾ സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. രാജ്യം പലതരത്തിൽ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം 1988 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം മിക്കി ഹാർട്ടുമായി യോജിച്ച് ഗ്രാമി ഫോർ പ്ലാനറ്റ് ഡ്രം എന്ന് പറയുന്ന ഒരു സംഗീത ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. തബലയുടെ പൂർവികരായ ധോലക് ഘോ, ദുഗി, നാല്, ഇത്തരം പേരുകളൊക്കെ ഒരു പക്ഷേ ശരാശരി ഇന്ത്യക്കാരൻ കേൾക്കുന്നത് ഒരു പക്ഷേ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം അത് എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. വളരെ മനോഹരമായി, കാരണം നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു തബലവാദികൻ എന്ന് പറയുന്നതിന് പേര് എന്ന് പറയുന്നതിന് പകരം സക്കീർ ഹുസൈനെ പോലെ എന്ന് പറയുന്ന തരത്തിലേക്ക്, അതിന് മറ്റൊരു ഉപമയില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് വിടവാങ്ങുന്നത്. അദ്ദേഹം പലതരത്തിൽ ഈ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1988 പത്മശ്രീ ലഭിച്ചെങ്കിലും പത്മഭൂഷൺ ലഭിക്കുന്നത് 2002 ഈ അപർണ, ഗ്രാമി വേദിയിലൊക്കെ ഈ പറഞ്ഞതുപോലെ സക്കീർ ഹുസൈൻ ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഗ്രാമി പുരസ്കാര വേദിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, കണ്ടംപററി ഇൻസ്ട്രുമെന്റ് ആൽബം തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം പുരസ്കാരം പങ്കിടുന്നതും കണ്ടതാണ്. പ്രായാധിക്യമൊന്നും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഈ 12ാം വയസ്സിൽ തുടങ്ങിയ കച്ചേരികളാണ് അതിപ്പോഴും അദ്ദേഹം ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചിരുന്നു. ഓരോ സംഗീതാസ്വാദകനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു കച്ചേരികൾ എന്നതാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ആ രീതിയിലാണ്. അദ്ദേഹം അത് എങ്ങനെയാണ് ഇപ്പം ഗ്രാമി അവാർഡ് വേദി എന്ന് പറയുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കരിയർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ താരതമ്യേന ചെറുതെന്ന് പറയാവുന്ന വേദികളിൽ ഒന്നായി തന്നെ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം എന്താണോ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി, ഒരു തബല എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഏത് തരത്തിലാണോ തന്റെ ജീവിതം അടയാളപ്പെടുത്തിയത് ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹം അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ പോലും നമുക്ക് ഒരു കാലത്ത് അദ്ദേഹത്തിന് ഏറ്റവും കലാകാരൻ എന്നുള്ളതിന് അപ്പുറത്തേക്കാളും അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സെക്സിസ്റ്റ് മനുഷ്യനായിട്ട് ഒരാളെ അവതരിപ്പിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുമ്പോൾ അതിന് എത്രമാത്രം അതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിനപ്പുറത്തേക്ക് തബല മാന്ത്രികൻ, തബലിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് മാന്ത്രികത എന്നുള്ളൊരു വാക്കുകൂടെ ചേർത്ത് വെച്ചാണ് സക്കീർ ഹുസൈനെ അടയാളപ്പെടുത്താറുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം അതിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മബന്ധം ഇപ്പോൾ തബല ആസ്വാദനം നടത്തുന്നവർ. അതെ, മാത്രമല്ല വാനപ്രസ്ഥം ഉൾപ്പെടെ, വാനപ്രസ്ഥത്തിൽ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ടല്ലേ, അത് തീർച്ചയായും അന്ന് തന്നെ വലിയ ചർച്ചയായതുമാണ്. ലോകോത്തര സിനിമയായി കരുതുന്ന വാനപ്രസ്ഥത്തിൽ സക്കീർ ഹുസൈനെ പോലുള്ള ഒരാൾ സംഗീത സംവിധാനം നിർവഹിക്കുന്നു എന്നതൊക്കെ തന്നെ അന്നും വലിയ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് വിടവാങ്ങുന്നത്. ഈ അദ്ദേഹം ഒരിക്കൽ NDTV നടത്തിയ ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ അറിയില്ല. പക്ഷേ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ അടയാളപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, കലാകാരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ഏറ്റവും അടിയിൽ ഒരിടത്ത് എൻ്റെ പേര് എഴുതുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞൊരു കലാകാരനാണ് അദ്ദേഹം. കാരണം
ഞാൻ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിലാണ് അഭിരമിക്കേണ്ടത്, ആ ജോലിയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അതായത് ഒരു തബലിസ്റ്റ് എന്ന് പറയുമ്പോൾ തബല വാദനത്തിലാണ് തന്റെ മികവ് എടുത്തു പറയേണ്ടത്, അല്ലാതെ സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അപ്രസക്തനാണ്. അതുകൊണ്ട് തന്നെ എന്താണോ ചെയ്യുന്ന ജോലി ഏതാണ്, കർമ്മമേഖലയിലൂടെ മാത്രം അറിയപ്പെടുക എന്നുള്ള അപൂർവതയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇപ്പം മലയാളികൾക്ക് അദ്ദേഹത്തിനോട് വൈകാരികമായ അടുപ്പം കൂടുതലുണ്ട്. കാരണം മലയാളികളുടെ പല ഹിന്ദുസ്ഥാനി സംഗീതവുമായി അടുപ്പമുള്ള പല ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, നമ്മളെപ്പോഴും സംഗീതത്തെയും കലയെയും കുറിച്ച് പറയുമ്പോൾ ചലച്ചിത്ര മേഖലയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ മേഖലയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി തബല എന്ന് പറയുന്ന ഒരു മാന്ത്രികത, തബല മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്താൻ അദ്ദേഹം ഒരു സുപ്രഭാതത്തിലായതല്ല. 12-ാം വയസ്സ് മുതൽ തുടങ്ങിയ ജീവിത സബരിയാണ്. ഒരു 47-ാം വയസ്സ് മുതൽ സ്വന്തമായി അദ്ദേഹം ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുകയും സ്വന്തമായി ഐഡന്റിറ്റി എത്തുകയും സ്വന്തമായി വേദികൾ പങ്കിടുകയും എല്ലാം ചെയ്യുന്ന തരത്തിലേക്ക്, അന്തർദേശീയ തലത്തിലേക്കും ദേശീയ തലത്തിലേക്കും എല്ലാം അദ്ദേഹം ഉയരുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തുമ്പോൾ അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതിനെ ആ നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ട് എന്നുകൂടി പറയുകയാണ്.